ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ എടത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് ഇവിടെ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം 4 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നമുക്ക് ഈ വീട്ടിൽ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീടിന്റെ എലിവേഷന്, ഗേറ്റ്, മതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ആലുവയിൽ എടത്തല എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിത് പരിചയപ്പെടുത്തുന്നത് ഒരു ഫുള്ളി ഫർണിഷ്ഡ് വീടാണ്. അത്യാവശ്യം നല്ല ലാൻഡ് അളവിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 4 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. എടപ്പള്ളി ലുലു മാളിലേക്കൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ 13 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ നിന്ന് പെട്ടെന്ന് എത്തിപ്പെടാം. അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 കിലോമീറ്റർ നമുക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എത്തിപ്പെടാവുന്നതാണ്. അപ്പൊ എല്ലായിടത്തേക്കും നമുക്ക് ഏകദേശം ഒരു 20-25 മിനിറ്റ്സിനകത്ത് എത്താവുന്ന ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഈ കാണുന്ന വീട് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്യുവർ റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഇത് നമ്മൾ കാണിക്കുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്തൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് വീടുകളൊക്കെ കാണാം. അതുപോലെ തന്നെ വീടിന്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് നോക്കിയാലും കാണാം. അത്യാവശ്യം നല്ല ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയ രീതിയിലാണ് വീടിന്റെ എലിവേഷൻ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാം, ഒരു വൈറ്റ് കളറാണ് മെയിൻ ആയിട്ട് പെയിന്റ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്തുള്ള ബാൽക്കണിയിലൊക്കെ ചെയ്തിരിക്കുന്ന വുഡ് പാനലിങ്ങുകളൊക്കെ നിങ്ങൾക്ക് താഴെ നിന്ന് തന്നെ നോക്കിയാൽ കാണാം. വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലേക്കൊക്കെ നമ്മൾ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്ക്വയർ ട്യൂബ് കൊണ്ടുള്ള കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഒക്കെ തന്നെയാണ് വീടിന്റെ എലിവേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വീട്ടിലേക്കുള്ള, ഈ ഒരു വില്ലയിലേക്കുള്ള റോഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മെയിൻ ടാർ റോഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ വില്ലകളിലേക്ക് വരുന്ന വഴിക്ക് പകുതി വരെ നമുക്ക് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമ്മളുടെ ഈ ഒരു വില്ലകളുടെ ഫ്രണ്ടിലൂടെ നമുക്കിനി കുറച്ച് ഇന്റർലോക്കിംഗ് ടൈൽ വിരിക്കാനുണ്ട്. അപ്പോൾ ഇതിന് തൊട്ടടുത്തുള്ള ഒരു വീടിന് വർക്ക് നടന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാത്തത്. ആ ഒരു വില്ലയുടെ കൂടി വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഈ ഒരു വില്ലയുടെ ഫ്രണ്ടിലൂടെ ഭംഗിയുള്ള ഒരു റോഡായിരിക്കും കിട്ടുന്നത്. നമുക്ക് ഇതിന്റെ മതിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റോൺസ്, ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് മതിലിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സ്ക്വയർ ട്യൂബിന്റെ ഡിസൈൻ അതിനിടയ്ക്ക് വരുന്നുണ്ട്. അതുകൂടാതെ ഇടയ്ക്കൊക്കെ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ടാണെങ്കിലും ഭംഗിയുള്ള 2 ഷോ ലൈറ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഗേറ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും മറ്റേ ഒരു സൈഡ് നമുക്ക് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമായിട്ട് സ്ക്വയർ ട്യൂബിൽ ഭംഗിയുള്ള ഡിസൈൻ, ലേസർ കട്ട് ഡിസൈനോട് കൂടിയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ വീടിന്റെ ചുറ്റിലെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്തും കവേർഡ് കാർ പോർച്ചിന്റെ ഭാഗത്തൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് കടപ്പ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മെയിൻ കാർ പോർച്ചാണ്. കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനകത്ത് ഏത് വാഹനമായാലും ഒരു വലിയ കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ EV വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യാനുള്ള ചാർജിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് വീടിന്റെ എല്ലാ കോർണേഴ്സിലും CCTVക്കുള്ള കണക്ഷൻ പോയിന്റുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. വീടിന്റെ അപ്പൊ ഞാൻ പറഞ്ഞു, ആ ഒരു ഭാഗത്ത് നമുക്ക് ഒരു കാർ പാർക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും അത്യാവശ്യം ഒരു വലിയ കാർ തന്നെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ തന്നെ നമുക്കറിയാം, അങ്ങനെ ചെറിയൊരു ലാൻഡുകളിലൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായും നല്ലൊരു ലാൻഡ് തന്നെ ഇതിനുണ്ടായിരിക്കണം. നമുക്കൊരു 6 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2800 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വീടിന് ലെഫ്റ്റ് സൈഡിലൂടെയൊക്കെ ഒന്ന് നടന്നു നോക്കാം. ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് നല്ലൊരു സ്പേസ് കൊടുത്ത് അവിടെ ഓൾറെഡി പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, നമുക്ക് ചെടി നടാനൊക്കെ ആയിട്ട് നല്ലൊരു സ്പേസ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഭാഗം നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് പെബിൾസ് ഒക്കെ വിരിച്ചിട്ട് അതിന് മുകളിൽ കടപ്പ സ്റ്റോൺസ് ഇട്ടിട്ടാണ് നമുക്ക് നടന്നു പോകാനുള്ള ആ ഒരു വഴിയൊക്കെ അവർ റെഡിയാക്കിയിരിക്കുന്നത്. നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് വീടിന്റെ ബാക്ക് സൈഡ് വരെ കിട്ടുന്നത്. ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പെബിൾസ് വിരിച്ചിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കറക്റ്റ് വീടിന്റെ ഒരു ബാക്ക് സൈഡിലാണ് എത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു പോകുന്ന വഴിയാണെങ്കിലും കണ്ടിന്യൂ ചെയ്തു പോകുന്നത് ഇതുപോലെ തന്നെയുള്ള സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ടാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള സ്പേസ് ആണ്. നമുക്ക് വർക്ക് ഏരിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിൽഡറായിട്ട് സംസാരിച്ച് അതിനുള്ള അറേഞ്ച്മെന്റ്സും ചെയ്യാവുന്നതാണ്. ഈ ഒരു വർക്ക് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റും പവർ പോയിന്റും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം വീടിന്റെ ഈ ഒരു ബാക്ക് സൈഡ് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2 ഏരിയയും നിങ്ങൾ കണ്ടിരുന്നു, നല്ല ഭംഗിയായിട്ട് സ്റ്റോൺസ് വിരിച്ച് നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീടിന്റെ ഈ റൈറ്റ് സൈഡ് ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാർ പോർച്ചിന്റെ ഏരിയ ആണ്. അവിടെയും ഇതുപോലെ ഭംഗിയായിട്ട് തന്നെയാണ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് അവിടെയൊക്കെ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്.
തൊട്ടടുത്ത് കാണുന്നത് കിണറാണ്. ഈ ഒരു വീട്ടിലേക്കുള്ള വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയാനായിട്ട് നല്ലൊരു കിണറുണ്ട്. ഈ ഭാഗത്തൊക്കെ നമുക്ക് നല്ല കിണർ വെള്ളമാണ് കിട്ടുന്നത്. മറ്റൊരു ഓപ്ഷൻ നമുക്കുള്ളത് KWയുടെ വാട്ടർ കണക്ഷനും കൂടിയാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ വീടിന് സിറ്റ് ഔട്ടിലാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ ഗ്രാനൈറ്റിൽ തീർത്തിരിക്കുന്നത്. നമുക്കൊരു 6 ചെയറുകൾ വരെ ഇടാനുള്ള ഒരു സ്പേസ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിൽ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ മുകളിലൂടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതിന്റെ മുകളിൽ വീട് കംപ്ലീറ്റ് ആയിട്ടും ഒക്കെ ഭംഗിയായിട്ടുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് ഈസ്റ്റിലേക്കാണ്. കിഴക്ക് ഭാഗത്തേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ 2 പീസ് ആയിട്ടുള്ള ഡോർ തുറന്ന് നമുക്ക് നേരെ വീടിനകത്തേക്ക് കയറാം. ഇപ്പൊ നമ്മൾ കണ്ട ഈസ്റ്റ് ഫേസിംഗ് ആയ ഈ വീടിന്റെ മെയിൻ ഡോറും അതുപോലെ ഇവിടെ കാണുന്നുള്ള എല്ലാ വുഡും തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെ ആഞ്ഞിലിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ടീക്ക് വുഡിൽ ഒരു വീട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, നല്ല ക്വാളിറ്റി ആയിട്ട് ഒരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും തീരെ കുറഞ്ഞൊരു റേറ്റിൽ കിട്ടില്ല. പക്ഷെ നമ്മൾ ബഡ്ജറ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി 6 സെന്റ് സ്ഥലത്ത് ഫുള്ളി ഫർണിഷ്ഡ് ആയ ഒരു വീട് ഞാൻ ഈ പറയുന്ന പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ റെയർ ആണ്. അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ വീടിന്റെ വിസിറ്റിംഗ് റൂമിലാണ്. ഈ ഗസ്റ്റ് ലിവിംഗ് സ്പേസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇതിന്റെ ഫ്ലോറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. വളരെ വലിയ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ആയിട്ടുള്ള ടൈലുകളാണ് ഇവിടെ എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന രീതിയിലാണ് ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. റൂഫിലേക്ക് നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, മൾട്ടി വുഡ് കൊണ്ട് വളരെ ഭംഗിയായിട്ടുള്ള ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടാണ് LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നമ്മുടെ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു വിസിറ്റേഴ്സ് റൂമിൽ മാത്രമായിട്ട് തന്നെ നമുക്കൊരു 6 വിൻഡോസ് ആണ് കിട്ടുന്നത്. അത് ഒരു 3 വിൻഡോസ് ഈ കാണുന്ന എല്ലാ വിൻഡോസും തന്നെ ഫ്രഞ്ച് മോഡൽ വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് ആയിട്ട് വുഡ് കൊണ്ട് തന്നെയാണ് കവർ ചെയ്ത് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ TV യൂണിറ്റ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മൾട്ടി വുഡ് കൊണ്ട് എല്ലാ ഫെസിലിറ്റികളോടും കൂടിയിട്ടുള്ള ഒരു വലിയ TV യൂണിറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നതും ക്ലോസ് ചെയ്യാവുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഷെൽഫ് ഫെസിലിറ്റികൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ലിവിംഗ് റൂമിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം നമുക്ക് ഇവിടെ ഒരു 10 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ലിവിംഗ് റൂമിൽ ലഭിക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഒരു വീട് 2800 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്നതായതുകൊണ്ട് നിങ്ങൾക്കറിയാം, ഒരു റൂമിൽ നിന്നും അടുത്ത റൂമിലേക്കൊക്കെ നോക്കുമ്പോൾ ഡിസ്റ്റൻസും ഇതിന്റെ ഒരു വലുപ്പമൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം, മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണ്. ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ഔട്ടർ ഫ്രെയിം ഇട്ടിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് വിരിച്ചിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ്, ആ ചവിട്ടുപടികളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലാണ്. നമുക്ക് ഏകദേശം ഒരു 15 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഡൈനിങ് ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ വാഷ് ബേസിനുള്ള ആ ഒരു ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് മോഡേൺ ആയ രീതിയിൽ കുറച്ച് വെറൈറ്റി ആയ ഒരു ഡിസൈൻ ഒക്കെയാണ് ഈ ഒരു വാഷ് ബേസിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബാക്ക് സൈഡിലുള്ള വോൾ നോക്കിയാലും കാണാം, ഭംഗിയായിട്ടുള്ള ഡിസൈനിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അതിനോടടുത്ത് തന്നെ നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട്. നോർമലി നമ്മൾ കാണുന്ന വീടുകളിലൊക്കെ ഈ സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് സ്റ്റോറേജ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്യുന്നത്. അതിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് കുറച്ച് ഭംഗിയുള്ള രീതിയിലാണ് അവിടെ ആ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു സ്പേസ് കൊടുത്തിട്ട് അതിനകത്ത് ആ ഒരു വുഡ് കൊണ്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിൽ നിങ്ങൾക്ക് ജനാല നോക്കിയാലും കാണാം, ഈ ഭാഗത്തായിട്ടാണ് 4 വിൻഡോസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ വരുന്ന കവർ ചെയ്തിരിക്കുന്ന ആ ഒരു റൂഫ് എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ഉള്ള വുഡൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റും LED സ്ട്രിപ്സും ഒക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ നമുക്ക് താഴെ 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ആദ്യത്തെ ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതാണ് ഡോറിന്റെ പാറ്റേൺ വരുന്നത്. ഫുള്ളി ഫർണിഷ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ റൂമിനകത്തുള്ള നമുക്ക് കട്ടില്, കിടക്ക എല്ലാം ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റികളോടും കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബിക്കോസ് ഇവിടെ ഒരു ഡബിൾ കോട്ട് കട്ടിലിട്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം എത്രമാത്രം സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കട്ടിലും കിടക്കയും ഒക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള നമ്മളുടെ ഈ ഒരു പില്ലോ ഒക്കെ വെക്കുന്ന ഈ ഒരു ബാക്കിലുള്ള ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നല്ല ഭംഗിയായിട്ട് ഗ്രീൻ കളറിലുള്ള ഒരു ഫോം ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു വാൾപേപ്പർ വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഭംഗിയായിട്ട് തന്നെയുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഫാൻ ഫെസിലിറ്റിയും ലൈറ്റും എല്ലാം തന്നെ ഇവിടെ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു ഭാഗത്ത് നമുക്ക് വളരെ വലിയൊരു സ്പേസ് ആണ് മൾട്ടിവുഡിൽ നമുക്ക് വാർഡ്രോബിനായിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു രണ്ട് സൈഡിൽ നമുക്ക് വാർഡ്രോബുകൾ കൊടുത്തിരിക്കുന്നത് കൂടാതെ ഈ ഒരു ഭാഗത്തും ഇതുപോലെ ഒരു ഫോം ഒക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് ഇരിക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് കൂടി ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടും വളരെ ഭംഗിയായിട്ടും മോഡേൺ ആയിട്ടും എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടൊക്കെ തന്നെയാണ് ഈ ഒരു വീട്ടിലുള്ള ഓരോ കോർണർ പോലും ചെയ്തിരിക്കുന്നത്. ഈവൻ നമ്മളുടെ ആ ഒരു ബെഡിന്റെ നമുക്ക് കോട്ടിന്റെ ഒക്കെ രണ്ട് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവിടെ എല്ലാം ഓൾറെഡി രണ്ട് ചെറിയ ബോക്സോട് കൂടിയിട്ടുള്ള രണ്ട് ടേബിൾ ആണ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു മെയിൻ വാർഡ്രോബ് കൂടാതെ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. അത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ വിത്ത് മിററോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു ഫെസിലിറ്റി ഇവിടെ കിട്ടുന്നത്. അതിന് തൊട്ടടുത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗ്വാറിന്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനോട് കൂടി ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ആയിട്ടാണ് ഇവിടുത്തെ ടൈലുകളെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ സെപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനോട് കൂടിയ സൗകര്യത്തോടും കൂടെ കൂടിയിട്ടാണ് ഈ ഒരു ബാത്റൂമിലുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്ത് ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ആ ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാം ഇവിടെയും മൾട്ടിവുഡ് കൊണ്ടുള്ള ഒരു വളരെ ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കണ്ട ബെഡ്റൂമിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ചെറിയ ബെഡ്റൂം ആണ്. ഇവിടെ കോട്ട് അറേഞ്ച്മെന്റ് ഇല്ലാന്ന് മാത്രം, ബാക്കി എല്ലാ ഫെസിലിറ്റീസും നമ്മൾ നേരത്തെ കണ്ട റൂമിലെ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലുള്ള വർക്കുകളൊക്കെ എല്ലായിടത്തും സെയിം തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് നേരത്തെ കണ്ടതുപോലെ ഒരു വലിയ വാർഡ്രോബ് ആണ് കിട്ടുന്നത്. ഇവിടെയും ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് 4 വിൻഡോസ് കാണാം. അതുകൂടാതെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു മിററും മൾട്ടിവുഡിന്റെ സപ്പോർട്ടോട് കൂടി കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നേരത്തെ കണ്ട ബാത്റൂമിന്റെ ആ ഒരു സെയിം ടൈലൊക്കെ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിനകത്താണെങ്കിലും നമുക്ക് വെറ്റ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിനകത്തെയും അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. ഇവിടുത്തെ കിച്ചൺ വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കിച്ചണിന്റെ എൻട്രൻസ് നോക്കിയാൽ കാണാം വളരെ വലിയതായിട്ട് ഹൈറ്റിലായിട്ട് അതും കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡ് ചെയ്തിരിക്കുന്ന ഒരു എൻട്രൻസ് ആണ് നമുക്ക് ഇവിടെ കിച്ചണിന് വേണ്ടിയിട്ട് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ലൊരു വർക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് അതുകൂടാതെ ഇവിടെ ആയിട്ടും ഒരു ക്രോക്കറി ഷെൽഫ് ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ 2 ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ഒരു ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. നിറയെ കിച്ചൺ ക്യാബിനറ്റ്സ് ഉണ്ട്. പക്ഷെ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എക്സാക്ട് ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്ലൂ ആൻഡ് ഗ്രേ ഷെയ്ഡോട് കൂടിയിട്ടുള്ള ഒരു കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നിറയെ കബോർഡുകൾ അങ്ങ് നിരത്തി കൊടുക്കാതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസുകളൊക്കെ ആയിട്ടാണ് കബോർഡ് ഫെസിലിറ്റികൾ ചെയ്തിരിക്കുന്നത്. ബ്ലോ ഹോട്ടിന്റെ ഒരു ചിമ്മിനി കൊടുത്തിരിക്കുന്നത് കാണാം. അതുകൂടാതെ 2 വിൻഡോസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതിന്റെ കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ ഒരു ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വോൾ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ടൈല് തന്നെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഭിത്തിയിലേക്ക് ഒന്നും തെറിച്ച് വീണ് കഴിഞ്ഞാലും ഭിത്തി അഴുക്കാവാതെ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കബോർഡ് ഫെസിലിറ്റികൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് വെക്കുന്ന ഒരു സാധനങ്ങൾ പുറത്ത് കാണാതെ വളരെ സേഫ് ആയിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെയുള്ള കബോർഡ് ഫെസിലിറ്റികളൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കണ്ടും അടുത്ത ഡിസൈനുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഈ ഒരു മോഡലിലായിട്ടാണ് ഇവിടുത്തെ എല്ലാ സ്റ്റോറേജ് സ്പേസും തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അകത്ത് വെക്കുന്ന സാധനങ്ങളൊന്നും പുറത്ത് കാണാതെ വളരെ സേഫ് ആയിട്ട് ഇരിക്കാനും കൂടി അത് ഹെൽപ്ഫുൾ ആണ്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെയാണ് വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ റൂഫിലേക്ക് നോക്കിയാൽ കാണാം ഈ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി തന്നെ നല്ല രീതിയിലുള്ള ഹെവി വർക്കുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് നല്ല രീതിയിൽ വുഡൻ പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ഷാൻലിയർ ആണ് ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമുക്ക് വരുന്ന സമയത്ത് നേരെ നോക്കി നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം 4 വിൻഡോസ് അവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വാർഡ്രോബ് ഫെസിലിറ്റികൾ അവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. കബോർഡുകളായിട്ട് തിരിച്ചിട്ട് നമുക്ക് റീഡിംഗ് പർപ്പസിനോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആ ഒരു ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുത്തെ ഹാള് വിസിബിൾ ആണ്. അത്യാവശ്യം ഒരു വലിയ ലെങ്ത് വിട്ടുമൊക്കെ ഒരു വലിയ ഹാളാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ ഒരു റീഡിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ ഉണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് നമുക്കൊരു ഡോറ് കാണാം. അപ്പൊ നമുക്ക് ഓരോ 1 by 1 ആയിട്ട് തന്നെ കണ്ടുപോകാം. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്.
അതിന്റെ മുകൾ ഭാഗം തൽക്കാലം കവർ ചെയ്തിട്ടില്ല. നമ്മളുടെ ഒരു കൺവീനിയൻസ് ഒക്കെ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ അത് കവർ ചെയ്തെടുക്കാവുന്നതാണ്. അവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം നോക്കിയാൽ കാണാം, നമ്മൾ കടന്നു വന്നത് ആ ഒരു ഭാഗത്തു നിന്നാണ്. നമുക്കൊരു വലിയ ഒരു ഹാളായിട്ട് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഹാളിന്റെ ഈ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ യൂട്ടിലിറ്റി സ്പേസ് കണ്ടത്. ഇവിടെ നമുക്ക് ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂമാണ് കിട്ടുന്നത്. നമ്മൾ ഇതുവരെ കണ്ട ബെഡ്റൂമുകൾ, താഴെ കണ്ട 2 ബെഡ്റൂമുകളെ പോലെയൊക്കെ തന്നെ സെയിം വലിപ്പത്തിലും അതേ അറേഞ്ച്മെന്റ്സും ഒക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ റൂഫിൽ നോക്കിയാൽ കാണാം, ഭംഗിയായിട്ടുള്ള വുഡൻ പാനലിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെ 4 വിൻഡോസുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട സെയിം അറേഞ്ച്മെന്റ് തന്നെയാണ്. ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്. അതിന്റെ താഴെയും നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റി ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. അതിന്റെ താഴെയും നമുക്ക് സ്റ്റോറേജിലുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ സെയിം ടൈലുകളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ആ ഒരു വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേഷൻ കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് അതിനകത്തും ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വീണ്ടും തിരിച്ച് നമ്മൾ ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ്. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. താഴെ നമ്മൾ കണ്ടതുപോലുള്ള സെയിം ഒരു അറേഞ്ച്മെന്റ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഇവിടെയും എല്ലാ ഫെസിലിറ്റികളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ട് വിത്ത് ബെഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കിലുള്ള ആ ഒരു വോള് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഭംഗിയായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നല്ല ബ്രൗൺ കളറിലുള്ള ഫോം ഒക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് ആയിട്ട് ചെറിയൊരു ടേബിൾ ഇട്ടിട്ടുണ്ട്. ആ ഒരു ഭാഗത്തും ചെറിയൊരു ടേബിൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിന്റെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ട പോലെ തന്നെയുള്ള ഒരു സെയിം വാർഡ്രോബ് ഫെസിലിറ്റിയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഇവിടെയും ആ സീറ്റിംഗ് അറേഞ്ച്മെന്റ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഫാൻ ഫെസിലിറ്റി എല്ലായിടത്തും തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയാണ് കാണാനുള്ളത്. താഴെ നമ്മൾ കണ്ടതുപോലെയൊക്കെ തന്നെയുള്ള സെയിം ആ ഒരു ടൈല് തന്നെയാണ് എല്ലാ ബാത്റൂമുകളിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു വീട്ടിലേക്കുള്ള 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇനി കാണാനുള്ളത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് ആയിട്ട് കിട്ടുന്നത്. അവിടേക്ക് വരുന്ന സമയത്ത് ഫ്ലോറിന് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ആ ഒരു വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് വെന്റിലേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നല്ലൊരു മോഡലിലാണ് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് നല്ല രീതിയിൽ സൺലൈറ്റ് അകത്ത് കിടക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ റൂഫിലാണെങ്കിലും കുറച്ച് ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആ ഒരു വുഡൻ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയ്ക്കൊക്കെ LED ലൈറ്റും LED സ്ട്രിപ്പ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. TV ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്താണ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെയൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ആ ഒരു സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ മുകളിലത്തെ നിലയിൽ നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് മാത്രമാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനടുത്തായിട്ടൊരു ഡോറ് കാണാം. ആ ഒരു ഡോറ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. അപ്പൊ ഈ ഒരു വീട്ടിലേക്ക് ഞാൻ പറഞ്ഞിരുന്നു 2800 സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ റൂമുകളുടെ ഓരോ റൂമുകളും തമ്മിലുള്ള വലിപ്പവും അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ആ ഒരു പാസേജും എല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒട്ടും കൺജഷൻ ഇല്ലാതെ നല്ല രീതിയിൽ വിട്ട് ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് കാണാം, ഒരു ഭാഗം മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടും ബാക്കി ഒരു ഭാഗം നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടാനായിട്ട് ഓപ്പൺ ചെയ്തിട്ടും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ അയൺ ബാറുകളൊക്കെ ഇട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗത്ത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വർക്കുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ബാൽക്കണി ഈ ഒരു ഭാഗത്ത് തീരുന്നില്ല, ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ഒരു സ്പേസിലേക്ക് കൂടെ ബാൽക്കണി കണ്ടിന്യൂ ചെയ്ത് കിടക്കുകയാണ്. ഇതിന്റെ റൂഫ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ നിന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, താഴെ നിൽക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ബാൽക്കണിയുടെ റൂഫിൽ ചെയ്തിരിക്കുന്ന ആ വുഡൻ വർക്കുകളൊക്കെ വിസിബിൾ ആണെന്ന് പറഞ്ഞിരുന്നു. സ്പോട്ട് ലൈറ്റുകൾ നോക്കിയിട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് ഈ ഒരു ബാൽക്കണി സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതുപോലൊരു ചെറിയ GS സ്ക്വയർ ട്യൂബ് കൊണ്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും അതുപോലെ ചുറ്റിനുള്ളതൊക്കെ നോക്കിയാൽ കാണാം, നിറയെ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയിൽ, പക്ക ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്.
സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, എറണാകുളം ജില്ലയിലെ ആലുവ എടത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്നൊക്കെ എല്ലായിടത്തേക്കും, അതായത് എടപ്പള്ളി ഭാഗത്തേക്കാണെങ്കിലും ആലുവ റെയിൽവേ സ്റ്റേഷൻ എല്ലായിടത്തേക്കും വളരെ ഈസി ആയിട്ട് എത്തിപ്പെടാവുന്ന ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 6 സെന്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ടോട്ടൽ ലാൻഡ് എന്ന് പറയുന്നത് 6 സെന്റ് ആണ്. ഞാൻ ഈ ഓരോ തവണയും മലയാളത്തിൽ പറഞ്ഞതിന് ശേഷം ലാൻഡും സ്ക്വയർ ഫീറ്റും ഒക്കെ ഇംഗ്ലീഷിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന് കാരണം നമുക്ക് എബ്രോഡ് എന്നുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, പലരും മലയാളം കംഫർട്ടബിൾ അല്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലാൻഡും സ്ക്വയർ ഫീറ്റും റേറ്റും കൂടെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നിങ്ങൾക്കത് ബോറിംഗ് ആയിട്ട് തോന്നണ്ട. ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത് ടോട്ടൽ 6 സെന്റ് ലാൻഡിലാണ്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2800 ആണ്. ഇതൊരു 4 BHK ഹൗസ് ആണ്. ഇതിനകത്ത് നമുക്ക് 2 വലിയ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. നമുക്ക് ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് വെല്ലുണ്ട്, ഒരു കിണറുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടറും കൂടിയാണ് മറ്റൊരു ഓപ്ഷൻ. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഈ കാണുന്ന വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1,28,00,000 രൂപയാണ്. 1.28 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനും സ്വന്തമാക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ലോൺ ഫെസിലിറ്റിയോട് കൂടി നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാനുള്ള എല്ലാ അവസരങ്ങളും ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു തരുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.